ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യൂനുസ് സാർക്കിനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടും ഇന്ത്യ അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ബംഗ്ലാദേശിന്റെ ഇടക്കാല ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനുസ് വീണ്ടും സൗത്ത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ അഥവാ സാർക്ക് പുനരുജ്ജീവിപ്പിക്കാനുള്ള ആശയം മുന്നോട്ട് വച്ചു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറുമായി ചർച്ച ചെയ്ത ഒരു മാസത്തിന് ശേഷം ഇന്ത്യയിലെ നിയുക്ത US അംബാസഡർ സെർജിയോ ഗോറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് യൂനുസ് അങ്ങനെ ചെയ്തത്. എന്നാൽ എന്തിനാണ് യൂനുസ് നിഷ്ക്രിയമായ ഈ കൂട്ടായ്മയുടെ പുനരുജ്ജീവനത്തിന് ശ്രമിക്കുന്നത്? ബംഗ്ലാദേശ് ഇപ്പോൾ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ പുനരുജ്ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ നിയുക്ത US അംബാസഡർ സെർജിയോ ഗോറുമായി ബംഗ്ലാദേശിന്റെ ഇടക്കാല ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉന്നയിച്ചു. ധാക്കയിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറുമായി യൂനുസ് ചർച്ച ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് ഈ സംഭവ വികാസം. കഴിഞ്ഞ വർഷം ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിക്കിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും അദ്ദേഹം ഇത് ചെയ്തിരുന്നു. എന്നാൽ ഒരു ദശാബ്ദകാലമായി സാർക്ക് എന്ന ഈ കൂട്ടായ്മ നിശ്ചലമായി തുടരുകയാണ്. പക്ഷേ യൂനുസ് എന്തുകൊണ്ടാണ് സാർക്കിന്റെ പുനരുജ്ജീവനം ആഗ്രഹിക്കുന്നത്? ഇന്ത്യ എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല? നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. സാർക്കിനെ കുറിച്ച് ഒരു ഹ്രസ്വ വീക്ഷണം നടത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. 1985 ഡിസംബർ 8 ധാക്കയിൽ വെച്ച് അതിന്റെ ചാർട്ടറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് സ്ഥാപിതമായത്. ഇത് ലക്ഷ്യമിടുന്നത് എന്താണ്? ദക്ഷിണേഷ്യയിലെ ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. സാമ്പത്തിക വളർച്ച, സാമൂഹ്യ പുരോഗതി, സാംസ്കാരിക വികസനം എന്നിവയുടെ മെച്ചപ്പെടുത്തൽ. ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന സ്വയം പര്യാപ്തത, പരസ്പര വിശ്വാസം, പരസ്പരം പ്രശ്നങ്ങൾ മനസ്സിലാക്കൽ, വിലമതിക്കൽ എന്നിവ സൃഷ്ടിക്കുക. സാമൂഹിക, സാംസ്കാരിക, സാങ്കേതിക, ശാസ്ത്ര മേഖലകളിൽ പരസ്പരം പ്രവർത്തിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുക. മറ്റു വികസ്വര രാജ്യങ്ങളുമായി സഹകരണം വളർത്തിയെടുക്കുക. പൊതു താൽപര്യമുള്ള കാര്യങ്ങളിൽ അന്താരാഷ്ട്ര വേദികളിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വർദ്ധിപ്പിക്കുക. സമാന ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുള്ള അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകളുമായി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് സാർക്കിന്റെ ലക്ഷ്യങ്ങൾ. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയായിരുന്നു അതിലെ യഥാർത്ഥ 7 അംഗങ്ങൾ. 2007 അഫ്ഗാനിസ്ഥാൻ ഈ കൂട്ടായ്മയിൽ ചേർന്നു. നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ഇതിന്റെ ആസ്ഥാനം. സാർക്ക് നേതാക്കൾ വർഷം തോറും യോഗം ചേരാറുണ്ടെങ്കിലും 2014 കാഠ്മണ്ഡുവിൽ ചേർന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കൂട്ടായ്മ യോഗം ചേർന്നിട്ടേയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂലമാണ് 2016 പാകിസ്ഥാൻ നടത്തിയ ഉറി ആക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടതിനു ശേഷം ഈ കൂട്ടായ്മ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഈ വർഷം ഇസ്ലാമാബാദിൽ നടക്കാനായിരുന്നു സാർക്ക് ഉച്ചകോടി തീരുമാനിച്ചത്. എന്നിരുന്നാലും ഇന്ത്യ ഷെഡ്യൂൾ ചെയ്ത ആ യോഗത്തിൽ നിന്ന് പിന്മാറി. തുടർന്ന് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവ യോഗം റദ്ദാക്കി. അതിനുശേഷം ഒരു സാർക്ക് ഉച്ചകോടി പോലും നടന്നിട്ടില്ല. എന്നിരുന്നാലും സാർക്ക് വിദേശകാര്യ മന്ത്രിമാരുടെ അനൗപചാരിക യോഗങ്ങൾ നടത്തുന്നത് നേപ്പാൾ തുടരുന്നു. എന്തുകൊണ്ടാണ് യൂനുസ് സാർക്ക് പുനരുജ്ജീവനം ആഗ്രഹിക്കുന്നത്? യൂനുസിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക സഹകരണവും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുന്നതിന് സാർക്ക് നിർണായകമാണ്. 2024 ഓഗസ്റ്റിൽ യൂനുസ് ദക്ഷിണേഷ്യൻ മേഖലയിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൽ മെച്ചപ്പെട്ട പ്രാദേശിക സഹകരണത്തിനായി സാർക്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. അത് യൂറോപ്യൻ യൂണിയൻ പോലുള്ള ബന്ധങ്ങളുടെ ഒരു മാതൃകയാകാമെന്ന് അദ്ദേഹം പറഞ്ഞു. പരസ്പര നേട്ടങ്ങൾക്കായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് യൂനുസ് അന്ന് പറഞ്ഞു. ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ സമീപ വർഷങ്ങളിൽ പ്രതിസന്ധിയിലായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. 2023 ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ലോക ബാങ്ക് ബംഗ്ലാദേശിനെ വിശേഷിപ്പിച്ചു. 1971 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നിൽ നിന്ന് 2015 താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളുടെ പദവി നേടിയ രാജ്യമായി ബംഗ്ലാദേശ് മാറിയെന്ന് അതിൽ പറയുന്നു. എന്നിരുന്നാലും കറണ്ട് അക്കൗണ്ട് കമ്മിയിൽ കുത്തനെ വർധനവ്, ധാക്ക കറൻസിയുടെ മൂല്യത്തകർച്ച, വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഇടിവ് എന്നിവയ്ക്കും സാക്ഷ്യം വഹിക്കുകയാണ് രാജ്യം. ഉയർന്ന പണപ്പെരുപ്പവും അടുത്തിടെ കുറഞ്ഞ വളർച്ചയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. $4.7 ബില്യൺ വായ്പ പദ്ധതിയുടെ 4ാമത്തെ അവലോകനത്തിനും വിനിമയ നിരക്ക് പരിഷ്കാരങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളിൽ ഒരു വഴിത്തിരിവിനും ശേഷം ജൂണിൽ അന്താരാഷ്ട്ര നാണയനിധി ബംഗ്ലാദേശിന്
$1.3 ബില്യൺ അനുവദിച്ചു. സാമ്പത്തിക ശാസ്ത്രജ്ഞനും നോബൽ സമ്മാന ജേതാവുമായ യൂനുസ് ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ ബംഗ്ലാദേശ് ഉയർന്ന വളർച്ച കൈവരിച്ചതിനെ വ്യാജമാണെന്ന് വിശേഷിപ്പിച്ചു. സാർക്കിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് മുഴുവൻ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്കും ഗുണം ചെയ്യുമെന്ന് യൂനുസ് ആവർത്തിച്ച് അവകാശപ്പെട്ടു. സാർക്കിന്റെ ആത്മാവിന്റെ പുനരുജ്ജീവനം മേഖലയിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് 2024 സെപ്റ്റംബറിൽ യൂനുസ് പറഞ്ഞു. സാർക്ക് ഉച്ചകോടി വളരെ കാലമായി നടന്നിട്ടില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ധാരാളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് യൂനുസ് പറഞ്ഞു. മ്യാൻമാറിലെ റാഖൈൻ സംസ്ഥാനത്ത് നടന്ന ക്രൂരമായ സൈനിക നടപടിയെ തുടർന്ന് റോഹിംഗ്യൻ കുടിയേറ്റത്തിൽ നിന്നുള്ള വർദ്ധിച്ച സമ്മർദ്ദങ്ങൾക്കിടയിൽ ബംഗ്ലാദേശും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ഈ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും മ്യാൻമാറിനെ അവരുടെ ജനങ്ങളെ തിരിച്ചെടുക്കാൻ ബോധ്യപ്പെടുത്താമെന്നും ബംഗ്ലാദേശ് ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും സഹായം തേടുമെന്ന് യൂനുസ് അന്ന് പറഞ്ഞിരുന്നു. ഡിസംബറിൽ സാർക്ക് സെക്രട്ടറി ജനറലുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചു. സാർക്ക് എന്നത് മറന്നുപോയ ഒരു വാക്കാണ്. നിങ്ങൾക്ക് അത് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് മുഴുവൻ മേഖലയിലെയും ജനങ്ങൾക്ക് ഗുണം ചെയ്യും. ധാക്കയിൽ സാർക്ക് സെക്രട്ടറി ജനറൽ ഗോലാം സർവാറിനോട് യൂനുസ് പറഞ്ഞു. വിസാരഹിത യാത്ര, 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്രബന്ധം സ്ഥാപിക്കൽ, പാകിസ്ഥാൻ സാധനങ്ങളുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ തടയൽ, പാകിസ്ഥാനുമായി പ്രതിരോധ ഉത്തരവ് സ്ഥാപിക്കൽ തുടങ്ങിയ നിരവധി നീക്കങ്ങളിലൂടെ യൂനുസിന്റെ കീഴിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് ഇന്ത്യയിൽ ആശങ്കകൾക്ക് കാരണമായി. എന്നാൽ ഇന്ത്യ എന്തുകൊണ്ട് സാർക്കിനെ താല്പര്യപ്പെടുന്നില്ല? യൂനുസിന്റെ പ്രസ്താവനകൾക്ക് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകിയില്ല. കാരണം കൂട്ടായ്മയ്ക്കുള്ളിൽ പാകിസ്ഥാൻ വഹിച്ച പങ്കിൽ ഇന്ത്യ അതൃപ്തരായിരുന്നു. സാർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാർക്ക് മോട്ടോർ വാഹന കരാർ ഉൾപ്പെടെയുള്ള പ്രധാന വ്യാപാര കരാറുകളെ പാകിസ്ഥാൻ എങ്ങനെ തടസ്സപ്പെടുത്തിയെന്ന് ഇന്ത്യ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദിന്റെ പ്രവർത്തനങ്ങൾ ഗ്രൂപ്പിംഗിന്റെ ഫലപ്രാപ്തിയെ തടസ്സപ്പെടുത്തിയെന്ന് ന്യൂഡൽഹി പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 ഇന്ത്യ റദ്ദാക്കുകയും അതിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തതിനെ തുടർന്ന് 2019 ഇസ്ലാമാബാദ് ബന്ധം വിച്ഛേദിച്ചു. 2025 ഏപ്രിലിൽ പഹൽഗാമിലെ ഭീകരാക്രമണവും തുടർന്ന് മെയ് മാസത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി. പകരം പ്രാദേശിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ അംഗമല്ലാത്ത ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് ഇക്കോണമിക് കോഓപ്പറേഷൻ അഥവാ ബിംസ്റ്റെക് പോലുള്ള ബദൽ വേദികളിലേക്ക് ഇന്ത്യ തിരിഞ്ഞു. എന്നിരുന്നാലും ഇന്നത്തെ ലോക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ന്യൂഡൽഹിക്ക് സാർക്കിനെ പൂർണ്ണമായും അവഗണിക്കാൻ കഴിയില്ലെന്ന് ചിലർ വാദിക്കുന്നു. കൂട്ടായ്മയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥനയോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം.